തൃത്തല്ലൂർ സീറോ കൾച്ചറൽ ഫൗണ്ടേഷന്റെയും വാടനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനോത്സവവും പി.എൻ. പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കവി പി.എൻ. ഗോപികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസ്മാബി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രമ്യ സി. ജയൻ പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജ്യോതിഷ് ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഷിജിത്ത് വടക്കഞ്ചേരി, വിനോദൻ ചാളിപ്പാട്ട്, സി.ബി. വേണു, ഷിയ എസ്. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ ക്വിസ് മത്സരവും ബാലസംഗമവും ഉണ്ടായിരുന്നു. വിജയികൾക്ക് ശശികല, രമ്യ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടി.ഡി. ഉണ്ണികൃഷ്ണൻ, കെ. പ്രമോദ്, കെ.ആർ. കവിത, അനീഷ, ടി.ജി. രാഖി, എൻ.എസ്. ജയപ്രകാശ്, രജനി, സി.എസ്. സജീവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ വരി നമ്മുടെ ഉള്ളിലെ എന്തോ ഉണർത്തും, ചിന്തയെ ഉണർത്തും, നമ്മുടെ വികാരത്തെ ഉണർത്തും, നമ്മുടെ മുഴുവൻ ആശയ ലോകത്തെയും ഉണർത്തും. ഇപ്പൊ നമ്മൾ പറയും ഒരു ഗ്രന്ഥകാരനോ ഗ്രന്ഥകാരിയോ എഴുതി വെച്ച വരി അതേപടി വിഴുങ്ങല്ല നമ്മൾ ചെയ്യുന്നത്. മറിച്ച് ഇത് ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിയാണല്ലോ എന്ന് ബോധ്യം വരും. അല്ലെങ്കിൽ ഇതല്ലല്ലോ ശരിയെന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ശരിയിലേക്ക് പോകും. ഇങ്ങനെ വലിയൊരു പ്രവർത്തനമാണ് വായന എന്ന് പറയുന്നത്. അപ്പൊ പുസ്തകം എഴുതി എന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇപ്പം ഞാനൊരു കവിത എഴുതി എന്ന് പറഞ്ഞാൽ ആ കവിത എഴുതി എന്നുള്ളതിന്റെ മഹത്വം ഒന്നും മനുഷ്യർക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ മുഴുവൻ, ഏത് എഴുത്തുകാരനും എഴുത്തുകാരിയും ഉപയോഗിക്കുന്ന പദങ്ങൾ മുഴുവൻ അവനവനോ അവളവളോ കണ്ടുപിടിക്കുന്നതല്ല, മറിച്ച് ലോകത്ത് നമ്മൾ എടുക്കുന്നതാണ്, അല്ലേ? ഭാഷയിൽ നമ്മൾ എടുക്കുന്നതാണ് ഈ പദങ്ങൾ മുഴുവൻ. ഇത് പ്രത്യേക രീതി ചേർത്ത് വെച്ച ഒരു അർത്ഥം ഉണ്ടാക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ. മാത്രല്ല ഈ കവിത വേറൊരാൾ വായിച്ച് അതിൽ ഇടപെടുമ്പോഴേ അതിന് ജീവൻ ഉണ്ടാവുള്ളൂ.